ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ പ്രകാശിനെ ലക്ഷ്മിയുടെ ഭർത്താവായ DYSP പോലീസ് സ്റ്റേഷനിൽ ചതച്ചരക്കോട്ടോ. അതിനുശേഷം നമ്മുടെ കാർത്തിക വിവരങ്ങളൊക്കെ കണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ പ്രകാശ് പണ്ട് സോറി മോളെ തെറ്റ് പറ്റിപ്പോയി, മോളുടെ അമ്മയെന്ന് വെച്ചിട്ട് തെറ്റിദ്ധരിച്ചിട്ടാണ് ഞാൻ അങ്ങോട്ടേക്ക് പോയെന്നൊക്കെ പറയാണ്. കാർത്തിക ദേഷ്യപ്പെടുന്ന പോലെ കാണിക്കുന്നുണ്ടെങ്കിലും കാർത്തിക തന്നെയാണ് പോലീസ് സ്റ്റേഷനിൽ നമ്മുടെ പ്രകാശിനെ ഇറക്കിക്കൊണ്ട് വരുന്നത്. അതിനുശേഷം കാർത്തികയുടെ അമ്മ എന്ന് പറഞ്ഞിട്ട് ഒരാളില്ലെന്ന് നമ്മുടെ വിക്രം പ്രകാശിനോട് പറയുന്നുണ്ട്. ഉണ്ടെന്നുണ്ടെങ്കിൽ എപ്പോഴേ കണ്ടാനായിരുന്നു. വിക്രത്തിന് നേരത്തെ ഡൗട്ട് ഉള്ളത് കൊണ്ട് തന്നെ വിക്രം ഇതിനെ ഒന്നുകൂടി അന്വേഷിക്കുന്നുണ്ട്. അതിനുശേഷം അച്ഛനോട് പറയുന്നുണ്ട്, അച്ഛൻ അങ്ങനത്തെ ഒരാളില്ലെന്നാ തോന്നുന്നത്. അവ ഉണ്ടെങ്കിൽ തന്നെ അച്ഛനെ വട്ടാക്കാനുള്ള ചാൻസ്, നമുക്ക് ഈ ഷെയർ തരും എന്ന് പറയണല്ലാണ്ട് ഇതുവരെ ഒരു ഷെയർ പോലും നമുക്ക് തന്നിട്ടില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. പ്രകാശ് വേണ്ട മോനെ, നീ വെറുതെ അവളെ തെറ്റിദ്ധരിക്കണമെന്ന് പറയുമ്പോൾ ഇല്ല ചെയ്തിൽ എന്തൊക്കെയോ കള്ളക്കളിയുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്, ഞാൻ എന്തായാലും ഇത് കണ്ടുപിടിക്കുമെന്ന് വിക്രം പറയാണ്. അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ വിക്രം ഇതിനു വേണ്ടി അന്വേഷിക്കുക ഇവരുടെ ശരിക്കും ഇവർ ആരാണ് എന്താണെന്നൊക്കെ അന്വേഷിക്കുകയാണ്. അതിനുശേഷം വിക്രം മനസ്സിലാക്കുന്നുണ്ട് ലക്ഷ്മിയുടെ മകൾ തന്നെയാണ് കാർത്തിക, അതായത് തൻ്റെ സ്വന്തം ചേച്ചി തന്നെയാണ് കാർത്തിക എന്നുള്ള സത്യം വിക്രം മനസ്സിലാക്കുകയാണ്. അത് മനസ്സിലാക്കുന്ന വിക്രം ആകെ തകർന്നു പോവാട്ടോ. കാരണം വെച്ചാൽ താരം ഇത്രയും നാൾ ഒരു പണിയെടുത്തുകൊണ്ടിരുന്നത് ഒരു വർഷത്തെ ഇത്രയും ഷെയർ കിട്ടും, കോടിക്കണക്കിന് രൂപ ഷെയർ കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ടാണ്. അതൊന്നും തന്നെ കിട്ടുന്നുമില്ല, മാത്രമേ തന്നെ പറ്റിക്കപ്പെട്ടുകയും ചെയ്തു, എല്ലായിടും നാണക്കേടുമായി. അതുകൊണ്ട് തന്നെ എന്തായാലും തന്നെ പറ്റിച്ച് ഇവരെ വെറുതെ വിട്ട് കാര്യമില്ലെന്ന് വിക്രം തീരുമാനിക്കുകയാണ്. അതിനുശേഷം പ്രകാശിനോട് പോലും പറയാണ്ട് വിക്രം ലക്ഷ്മിക്കും കാർത്തിക്കും ഒരു ഇടിവെട്ട് പണി തന്നെ കൊടുക്കുക കേട്ടോ. ഇതിന്റെ പിന്നിൽ വിക്രമാണെന്ന് അറിയാനും പാടില്ല. പക്ഷെ എന്തൊക്കെ പണി കൊടുത്താലും കിരണും കല്യാണിയും കാർത്തികടുത്ത് പറയുക തന്നെ ചെയ്യും. നിങ്ങൾക്ക് ഇതിൽ അപകടം പറ്റണമെങ്കിൽ അതിന് ഉത്തരവാദി വിക്രം തന്നെയായിരിക്കും. കാരണം അവനെ മാത്രമേ ഇരുട്ടത്ത് അടിക്കുന്ന പണിയുള്ളൂ, ബാക്കി ആരും ഇങ്ങനെ ചെയ്യും. നിങ്ങൾക്ക് ശത്രുക്കൾ ഉണ്ടെങ്കിൽ പോലും ഇങ്ങനത്തെ പണി തന്നെ വിക്രം തന്നെയാണെന്ന് പറയും. അതിനുശേഷമാണ് കാർത്തിക ലക്ഷ്മി ഇവിടെ വന്നത് ശരിക്കും യഥാർത്ഥത്തിൽ എന്തിനാണ് എന്നുള്ള സത്യം കിരണിനോടും കല്യാണിയുടെ പറയണത്. എന്തായാലും ആ ഒരു ഭാഗങ്ങളൊക്കെ തന്നെ നമ്മൾ അടുത്ത് കാണാൻ പോകുന്നത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.